ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഏവർക്കും എസ് കരാട്ടെ ആൻഡ് ഫിറ്റ്നസ്സിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് ഞാൻ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് സെൽഫ് ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങളാണ്. ഓക്കെ, ആദ്യമായിട്ട് ഒരാൾ നമ്മൾ കയ്യിൽ പിടിക്കുകയാണെന്ന് കരുതുക, എന്ത് ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം. കയ്യിൽ പിടിക്കും, ഇത് വലിച്ചെടുക്കാനായിട്ട് നോക്കാം. വലിച്ചുകൊണ്ട് പോവുകയോ അല്ലെങ്കിൽ നമ്മൾ കയ്യിൽ പിടിച്ചങ്ങോട്ട് കൊണ്ടുപോകുമ്പോഴത്തേക്കും ഒന്നും നോക്കണ്ട, നമ്മൾ ഒരു സൈഡിലേക്ക് കൈ ഇങ്ങനെ തിരിച്ചെടുക്കാനായിട്ട് നോക്കുക. അതായത് ഇങ്ങനെ പിടിച്ചിട്ട് ജസ്റ്റ് ഈ കൈ ഒന്ന് തിരിക്കുക, അങ്ങോട്ട് ഈസി ആയിട്ട് വിടുത്താനായിട്ട് പറ്റും. ഇപ്പം ബലം പിടിക്കുമ്പോൾ നമ്മൾ തിരിച്ചിങ്ങോട്ട് ബലം പിടിച്ച് വലിച്ച് ഇതായി കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ബല പരീക്ഷണമാവും. അന്നേരം ചിലപ്പം നമ്മളെക്കാട്ടി ആരോഗ്യം അപ്പുറത്തുള്ള ആൾക്കുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് നമ്മൾ വലിച്ചുകൊണ്ട് പോകാനായിട്ട് പറ്റും. അപ്പം നോക്കണ്ടെന്ന് പറഞ്ഞാൽ നമ്മളൊരാൾ വന്ന് ഇങ്ങനെ ക്യാച്ച് ചെയ്ത് അയാളുടെ ബലം എടുത്തിട്ട് വലിച്ച് പിടിക്കാനായിട്ട് നോക്കുമ്പോൾ നമ്മൾ അങ്ങോട്ടൊന്ന് ലൂസ് ആകണം. അതായത് ഇങ്ങോട്ട് അയാൾ പിടിച്ച് വലിക്കാൻ നേരം നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് വലിയാനായിട്ട് നോക്കുന്നു. ആ സമയത്ത് തന്നെ നമ്മൾ പെട്ടെന്ന് ഇങ്ങോട്ടൊന്ന് ഒന്ന് ലൂസായി വന്നിട്ട് ആ സമയം ഈ കൈ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് അപ്പോഴത്തേക്ക് നമുക്ക് ഈസി ആയിട്ട് അങ്ങ് വരും. കാര്യം ഇതിന്റെ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ കയ്യിൽ ഇങ്ങനെ പിടിക്കാൻ നേരത്ത് ഇവിടെ തള്ള വിരലിന്റെ സപ്പോർട്ട് മാത്രമേ ഉള്ളൂ. ഇവിടെയാണെന്നുണ്ടെങ്കിൽ 4 വിരലിന്റെ സപ്പോർട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ഇങ്ങോട്ട് തിരിച്ചാൽ നമ്മൾ കൂടുതൽ പിന്നെ ഒരു ലോക്കിലേക്ക് പോകും അല്ലെങ്കിൽ പിടുത്തത്തിലേക്ക് പോകും. ഇതാകുമ്പോൾ ഇങ്ങോട്ട് തിരിക്കാൻ നേരത്ത് ഇവിടെ ഒരു വിരലേ ഉള്ളതിന്റെ പേരിൽ ഇങ്ങോട്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് തിരിക്കാനായിട്ട് പറ്റും. പെട്ടെന്ന് തന്നെ നമുക്ക് അയാളുടെ പിടുത്തത്തിൽ നിന്ന് സേഫ് ആകാനായിട്ട് പറ്റും. ഇതിന് ബദലായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതായത് ഇങ്ങനെ പിടിക്കാൻ നേരത്ത് നമ്മുടെ ഈ കൈ ഫ്രീ ആണ്, ഇതുകൊണ്ട് നമുക്ക് അയാളുടെ ഇവിടെ അറ്റാക്ക് ചെയ്യാം, അല്ലെങ്കിൽ മൂക്കിലിടിക്കാം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം നമ്മൾ പഠിക്കുന്ന ഏതെങ്കിലും ഒരു കാര്യത്തിൽ നമ്മൾ എന്താണ് എക്സ്പെർട്ട് ആകുക എന്നുള്ളതാണ്. എല്ലാ കാര്യവും പഠിച്ചു വെച്ചിട്ട് ഒരു കാര്യം വരാത്തതിനെക്കാട്ടി നല്ലത് ഏതെങ്കിലും ഒരു കാര്യം നമുക്ക് നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യം അത് നല്ലോണം പഠിച്ചു വെക്കുക. ഇങ്ങനെയുള്ള അവസരത്തിൽ നിന്ന് നമുക്ക് വേഗം രക്ഷപ്പെടാനായിട്ട് പറ്റും. അതേപോലെ തന്നെ മറ്റൊരു കാര്യമാണ്, ഇപ്പൊ 2 കൈയും കൂടെ പിടിച്ചെന്ന് വെക്കുക. ഒരാൾ 2 കൈയിലും പിടിക്കുമ്പോൾ തന്നെ ഇതേ മെത്തേഡ് തന്നെ, ഇങ്ങോട്ടല്ല പോകേണ്ടത്, നമ്മൾ ഈ 2 കൈകൾ ഒരുമിച്ച് ഇങ്ങനെ അകത്തേക്ക് തിരിച്ചെടുക്കാനായിട്ട് നോക്കാം. അപ്പൊ കണ്ട എത്ര ശക്തിയിൽ പിടിച്ചു കഴിഞ്ഞാലും നമുക്ക് വളരെ ഈസി ആയിട്ട് ഇതിനകത്ത് നിന്ന് ഊരിയെടുക്കാനായിട്ട് പറ്റും, വളരെ ഈസി ആയിട്ട്. അതായത് അതും ഇങ്ങോട്ട് വലിക്കുകയല്ല വേണ്ടത്, ഈ നമ്മളെ ഇങ്ങോട്ട് വലിക്കുന്നതിന്റെ കൂട്ടത്തിൽ ഒന്ന് ഇങ്ങോട്ട് ആഞ്ഞിട്ട് ഒന്ന് ജസ്റ്റ് അങ്ങോട്ട് മാറി വളരെ ഈസി ആയിട്ട് ഊരിയെടുക്കുക. ഇതും അങ്ങനെ തന്നെ, ഇത് എന്താണ് നമ്മൾ എത്ര ശക്തിയായിട്ട് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഊരിയെടുക്കാനായിട്ട് പറ്റും. ഇതേപോലെ തന്നെ മറ്റൊന്നാണ്, ഇതേപോലെ കാണാൻ പറ്റുമെന്ന് അറിയാൻ പാടില്ല നിങ്ങൾക്ക്, എന്നാലും നോക്കിയാൽ ഇങ്ങനെ, അതായത് 2 കൈയിലും പിടിക്കും. നമുക്ക് ഒരാളെ നമ്മൾ ക്യാച്ച് ചെയ്യാൻ നേരത്ത് നമുക്ക് വേണമെങ്കിൽ ഇങ്ങോട്ട് വലിക്കാൻ നേരത്ത് അവന് ശക്തി പിടിക്കാനായിട്ട് പറ്റും. പക്ഷെ എത്ര ആരോഗ്യം, നല്ല ബലത്തിൽ പിടിച്ചോ, എത്ര ഉള്ള ആരോഗ്യമുള്ള ആളാണ് നമുക്ക് ഇങ്ങോട്ട് അടുപ്പിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഈ അകത്തേക്ക് പുറത്തേക്ക് കൊണ്ടുപോകുമ്പോഴത്തേക്ക് ബലം പിടിക്കണ കാരണം ഇതായിട്ട് വന്നൊന്നുമില്ല. പക്ഷെ നമുക്ക് ഒരാൾ ശക്തിയായിട്ട് നമ്മളെ പിടിച്ചിരുന്നാൽ പോലും നമുക്ക് ഇങ്ങോട്ട് അടുപ്പിക്കാനായിട്ട് പറ്റും. ആ അവസരത്തിൽ നമ്മൾ ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ 2 മെയിനായിട്ടുള്ള 2 ഏരിയകളുണ്ട്. അവിടെ നമ്മൾ നമ്മുടെ മറ്റുള്ള വിരലും തള്ള വിരലുമായിട്ട് സപ്പോർട്ട് ചെയ്ത് ഇതിങ്ങനെ അങ്ങോട്ട് ട്വിസ്റ്റ് ചെയ്ത് ഈ കൈ വേണമെന്നുണ്ടെങ്കിൽ ആളുണ്ടാകും ഇങ്ങനെ മറിച്ച് നമുക്ക് താഴെ ഇടാം. ഒന്നുകൂടെ പിടിച്ച് ഇങ്ങനെ 2 കൈയിലും പിടിക്കുന്നു. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് അടുപ്പിച്ചിട്ട് നമ്മുടെ വലത് കൈ കൊണ്ട്, അല്ലെങ്കിൽ വലത് കൈ ഇടത് കൈ, നമുക്ക് ഏതാണ് വശം അതുകൊണ്ട് ചെയ്യുക. ഇത് കൊണ്ട് ഇങ്ങനെ ക്യാച്ച് ചെയ്തിട്ട് ഈ കൈ ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് ഇങ്ങോട്ട് വലിച്ചിടാം. ഓക്കെ, അങ്ങനെ കാര്യങ്ങളുണ്ട്. അപ്പം 1-2 കാര്യങ്ങൾ മാത്രമേ ഇപ്പം ഞാൻ കാണിച്ചിട്ടുള്ളൂ. ഒരുപാട് സെൽഫ് ഡിഫൻസ് ടെക്നിക്സുകളുണ്ട്. ഒന്നും പഠിക്കാത്ത വ്യക്തികൾക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളുമുണ്ട്. ഈ മാർഷൽ ആർട്സ് ഒക്കെ പഠിക്കുന്ന വ്യക്തികൾക്കുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പം ഏതൊരാൾക്കും ചെയ്യാവുന്ന ഈസി ആയിട്ടുള്ള 1-2 കാര്യങ്ങളാണ് കാണിച്ചത്. വരും ദിവസങ്ങളിൽ വരും വീഡിയോകളിലൂടെ കൂടുതൽ സെൽഫ് ഡിഫൻസിന്റെ ടെക്നിക്സും മറ്റുള്ള കാര്യങ്ങളും നിങ്ങളിലേക്ക് എത്തിക്കും. ഇത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്താൽ മതി. കൂടുതൽ കാര്യങ്ങളുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.